ഇല്ല, ഞാൻ റിയാസിനോട് ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും അറിയിക്കണമെന്ന് കലക്ടർ. കാരണം ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ അദ്ദേഹത്തിൻ്റെ ഈ ഇത് റിപ്പോർട്ട് ചെയ്ത രാമനാട്ട് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ഇപ്പോൾ 4 കുട്ടികൾ ഇവിടെ ICUവിലുണ്ട്. 2 കുട്ടികളുടെ സ്ഥിതി കുറച്ച് മോശമാണ്. ഇതിലിപ്പോൾ ശിവല്ലയുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 135 സ്ഥിരീകരിച്ച കേസുകളിൽ 68 എണ്ണം കോഴിക്കോടാണ്. വയനാട്ടിൽ 16, തിരുവനന്തപുരത്ത് 14, മലപ്പുറം 13, കൊല്ലം 6, ആലപ്പുഴ 6, തൃശ്ശൂർ 4, ഇടുക്കി 3, എറണാകുളം 2, കണ്ണൂർ 2, കോട്ടയം 1. ഇതാണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ. കോഴിക്കോട് 68. മരണം 3 മരണം ഉണ്ടായിട്ടുള്ളത് 2 കോഴിക്കോടാണ്. ഇപ്പോൾ 4 കുട്ടികൾ ഇവിടെ ICUവിലുണ്ട്. 2 കുട്ടികളുടെ സ്ഥിതി കുറച്ച് മോശമാണ്. എന്നാലും അവർ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇല്ല, ഞാൻ റിയാസിനോട് ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും അറിയിക്കണമെന്ന് കലക്ടർ. കാരണം ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ അദ്ദേഹത്തിൻ്റെ ഈ ഇത് റിപ്പോർട്ട് ചെയ്ത രാമനാട്ട് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. പിന്നെ അദ്ദേഹം ഇന്നലെ രോഗികളുടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കുക, അത് ഞാൻ പറഞ്ഞു, അത് ഡോക്ടർമാരുടെ ഡിസ്ക്രിഷണറി പവറാണ്. ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാൻ ഇന്നലെ റിയാസ് അങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇവരുടെ പ്രവർത്തനത്തിന് എനിക്ക് തൃപ്തി ഉള്ളതുകൊണ്ടാണ്. അതല്ലാതെ അദ്ദേഹത്തിനെ ഒരിക്കലും മാറ്റി നിർത്തില്ല. ഞാൻ അദ്ദേഹത്തിനോട് വിളിച്ച് ഈ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും തർക്കമില്ല. ഏതാ എങ്ങനെ ഞാൻ ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഏതായാലും ഇവിടെ തന്നെയുണ്ട്. അത്യാവശ്യം എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇത് ഏതായാലും അമേരിക്കയിലേക്ക് പോകുന്ന ദൂരമില്ലല്ലോ. തിരുവനന്തപുരം കോഴിക്കോട് ആയിട്ട് വന്ദേ ഭാരത് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. ഏതായാലും അറ്റ് പ്രസൻറ്റ് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. ഇനി അങ്ങനെ വന്നാൽ വരും. ഏതാ നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. DHSനെ ബന്ധപ്പെടാം, DMEനെ ബന്ധപ്പെടാം. എല്ലാ ദിവസവും 5:30 മണിക്ക് ഞാൻ പ്രസ് നോട്ട് ഇറക്കും. എങ്ങനെ DMO 2-3 ജില്ലകളിൽ ബാക്കിയുണ്ട്, അത് വെക്കും. ഇപ്പോഴത്തെ DMO നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചാർജുള്ള DMO. ഏതാ ഡോക്ടർമാർക്ക് ഈ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവർക്കാണ് പ്രയാസം ഉണ്ടാവുക. ഞങ്ങളൊക്കെ ഇത് കുറേ പരിചയിച്ചതാണ്. എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, ഇത് ഇപ്പോൾ കേൾക്കുന്നത് വെറും ചാറ്റൽ മഴ മാത്രമാണെന്നും ഇടിവെട്ടിയിട്ടുള്ള മഴ പുറകെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പാവം ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടാ. ഇത്ര മതി. ഇനി നമുക്ക് കാണാം. ഇത്ര മതി.